നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇപ്പോൾ കൊട്ടിയൂര് വൈശാഖ മഹോത്സവം ആരംഭിക്കാനായിട്ട് പോകുകയാണ് കേട്ടോ. ഈ മാസം 28 മുതൽ ജൂൺ 24 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് വൈശാഖ മഹോത്സവം കൊട്ടിയൂർ നടക്കുന്നത്. ഇന്നിപ്പോൾ 23 നീരെഴുന്നള്ളത്താണ്. അപ്പോൾ നമുക്ക് കൊട്ടിയൂരിനെ കുറിച്ച്, കൊട്ടിയൂർ മഹാദേവനെ കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. കണ്ണൂരുകാർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയുടെ കൈവഴിയായിട്ടുള്ള ബാവലിപ്പുഴയുടെ കരകളിലായിട്ടാണ് ഈ കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അക്കരെ കൊട്ടിയൂരുണ്ട്, ഇക്കരെ കൊട്ടിയൂരുണ്ട്. തെക്ക് ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂര്, വടക്ക് ഭാഗത്ത് അക്കരെ കൊട്ടിയൂര്. അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവന്റെ ക്ഷേത്രമാണ്. അതിലെ അക്കരെ കൊട്ടിയൂര് ഈ വൈശാഖ മഹോത്സവം നടക്കുന്ന സമയത്ത് മാത്രമേ അവിടെ പൂജകൾ ഉണ്ടായിരിക്കുള്ളൂ, ക്ഷേത്രം തന്നെ പണിതിട്ടുണ്ടായിരിക്കുള്ളൂ. ഇക്കരെ കൊട്ടിയൂര് സ്ഥിരമായിട്ടുള്ള പ്രതിഷ്ഠയുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളിൽ ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുന മാസത്തിലെ ചോതി വരെയുള്ള ദിവസങ്ങളിലാണ് ഉത്സവ ആഘോഷങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഈ സമയത്ത് മാത്രമേ അവിടേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുള്ളൂ. ഇതിൽ സ്ത്രീകൾക്ക് ഇതിനേക്കാളും കുറച്ച് ദിവസം, ഇത് വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ നിരവധി പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് കേട്ടോ. മഹാദേവന്റെ സ്വയംഭൂവായിട്ടുള്ള പ്രതിഷ്ഠയാണ്. മഹാദേവനോടൊപ്പം തന്നെ സതീദേവി ആദിപരാശക്തിയും കൂടെ ഭൂതഗണങ്ങളോടൊപ്പം കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ്. മഹാദേവന്റെ ആ ഒരു ചൈതന്യമുള്ള, അത്രയേറെ പ്രഭാവം പരത്തുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥലം തന്നെയാണ് കൊട്ടിയൂർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൊട്ടിയൂരിനെ കുറിച്ച് അറിയുന്നവരുണ്ടായിരിക്കും, കണ്ണൂർ ജില്ലയിൽ ഉള്ളവർ കൂടുതൽ അറിയുന്നവരുണ്ടായിരിക്കും. പക്ഷെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാകുമല്ലോ. അറിഞ്ഞു കഴിയുകയാണെങ്കിൽ അവിടേക്കൊന്ന് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അവർക്കും കൂടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സാധിക്കുന്നവരെല്ലാവരും പോകുക എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത്. മഹാദേവന്റെ ആ ഒരു ചൈതന്യം, ആ ഒരു പ്രഭാവം ഒക്കെ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട്, ഒപ്പം തന്നെ അവിടുത്തെ പ്രകൃതി ഭംഗി, പ്രകൃതിയുടെ ഒരു മനോഹാരിത, അതും കൂടെ നമുക്ക് കണ്ട് അനുഭവിച്ച് അറിയാനായിട്ട് സാധിക്കുന്ന ഒരു അവസരം കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി എല്ലാവർക്കും ഫീൽ ചെയ്യും. അതിൻ്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രഭാവം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് എത്ര വലിയ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ മഹാദേവനെ ഇഷ്ടപ്പെടുന്നവർ, മഹാദേവനെ ഉപാസിക്കുന്നവർക്കൊക്കെ ഈ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്ന ഒരു സമയത്ത് കൊട്ടിയൂരിലേക്ക് ചെല്ലാട്ടോ. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതും ഈ വൈശാഖ മഹോത്സവത്തെ കുറിച്ചാണ്, കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചാണ്, അവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകളെക്കുറിച്ച്, അങ്ങനെയുള്ള പ്രത്യേകതകളെ കുറിച്ചൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ മുഴുവൻ ആ ഒരു ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരം പറയണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ ഭഗവാനെ ഒരു പൊന്നുണ്ണിയായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു കയ്യിൽ ഓടക്കുഴൽ പിടിച്ചിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഭഗവാൻ ശ്രീലകത്ത്. നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പട്ടുകോണമൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത്. ചുവടെയായിട്ട് ഇടത് ഭാഗത്തായിട്ട് ഒരു വെണ്ണക്കുടം കൂടെ വെച്ചിട്ടുണ്ട്. വെണ്ണ കഴിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക ഭഗവാൻ. ആരെയെന്നറിയോ? ഭഗവാന്റെ പ്രിയപ്പെട്ട എല്ലാ ഭക്തരും ഒന്ന് എത്താനായിട്ട്, ഭഗവാനെ കാണാൻ വരുന്നവർക്കൊക്കെ ഈ വെണ്ണപ്രസാദം നൽകാനായിട്ടാണ് ഭഗവാൻ കാത്തു നിൽക്കുന്നത്. അപ്പം ഇന്നലെ കൊതിയോടുകൂടി അതെടുത്ത് കഴിക്കണം എന്നുള്ളൊരു ഭാവത്തിലൊന്നും ആയിട്ടല്ല കേട്ടോ എനിക്ക് തോന്നിയത്. എല്ലാവർക്കും നൽകാനായിട്ട് പോവുകയാണ് ഭഗവാന്റെ ഈ വെണ്ണപ്രസാദം. അപ്പം ഇതൊക്കെ ലഭിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഗുരുവായൂരിലേക്ക് വന്നാൽ മതി. ഭഗവാന്റെ മുന്നിലേക്ക് വരിക, ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക, ആ വെണ്ണപ്രസാദം ഒക്കെ സ്വീകരിക്കുക. ഇനി ഗുരുവായൂർക്ക് വരാനായിട്ട് സാധിക്കാത്തവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരെന്താ ചെയ്യുക? മനസ്സുകൊണ്ട് സങ്കല്പിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്, ഭഗവാന്റെ തിരുനടയ്ക്ക് മുൻപിലാണ്, ആ സോപാനപ്പടിക്ക് തൊട്ട് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് അങ്ങോട്ട് സങ്കല്പിക്കാം. സങ്കല്പത്തിൻ്റെയൊക്കെ ശക്തിയെക്കുറിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലേ. നമ്മൾ എന്താണോ സങ്കല്പിക്കുന്നത് അതാണ് ഭഗവാൻ. നമ്മൾ ഭഗവാൻ എങ്ങനെയാണോ കാണുന്നത് അതാണ് ഭഗവാൻ. ഭക്തർക്ക് ഇഷ്ടമുള്ളതുപോലെ ആകും. അങ്ങനെയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടമൊന്നും അല്ല നോക്കുക. ഭക്തരെങ്ങനെയാണോ എന്നെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നത്, ഞാൻ എവിടെ വരണം, എങ്ങനെ വരണം എന്നൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത്, അതേപോലെ ഞാൻ എത്തിയിരിക്കും. അങ്ങനെയാണ് പറയാം. അതിന് യാതൊരു നിബന്ധനകളും ഭഗവാൻ വെക്കാറില്ല കേട്ടോ. അപ്പൊ സങ്കല്പിക്കുക, നമ്മൾ ഭഗവാന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് സങ്കല്പിക്കുക. ഭഗവാന്റെ ആ വെണ്ണയാകാം, വെണ്ണ പ്രസാദം ഉണ്ടല്ലോ, നമുക്ക് ഭഗവാൻ നൽകുന്നതായിട്ട് സങ്കല്പിക്കുക. നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെ അത് സ്വീകരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക, നമ്മൾ അത് സേവിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പൊ അങ്ങനെ കണ്ണടച്ച് അതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ ഭക്തി നമ്മളിൽ നിറയുന്നതായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ഫീൽ ചെയ്യും.
അതിന് വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? നമുക്ക് ഭഗവാനോട് സ്നേഹം മാത്രം ഉണ്ടായാൽ മതി. ഭക്തി ഭഗവാൻ തന്നെ നിറയ്ക്കും. ആ സ്നേഹമാണ് ആദ്യം വേണ്ടത്. ഭഗവാനാണ് എല്ലാം. ഭഗവാനെ കഴിഞ്ഞ് നമുക്ക് മറ്റെന്തും ഉള്ളൂ. നമ്മൾ എന്ത് കാര്യത്തിനും ഭഗവാനെയാണ് ആദ്യം വിളിക്കുക. എന്ത് വിശേഷങ്ങൾ ഉണ്ടെങ്കിലും ആദ്യം ഭഗവാന്റെ അടുത്ത് പോയി പറയൂലോ. എന്ത് തന്നെ നമ്മുടെ മനസ്സിൽ തോന്നിയാലും, നമുക്ക് പേടി വന്നാലും സന്തോഷം വന്നാലും ഒക്കെ ഭഗവാനെ സ്മരിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു സ്മരണ, ആ ഒരു സ്നേഹം മാത്രം ഉണ്ടായാൽ മതി. നമുക്ക് വേണ്ട ഭക്തിയൊക്കെ ഭഗവാൻ തന്നെ നമ്മളിൽ നിറച്ചോളും. ഇതെല്ലാം ഭഗവാൻ അറിയാം. അപ്പം എന്താണ് വേണ്ടത്? ഭഗവാൻ ആ വെണ്ണയൊക്കെ നൽകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ, മനസ്സിൽ കണ്ടിട്ട് നന്നായി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവർക്കും ഭഗവാൻ ഭക്തിയാകുന്ന വെണ്ണപ്രസാദം ധാരാളമായിട്ട് നൽകി അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തെക്കുറിച്ച്, കൊട്ടിയൂർ ക്ഷേത്രത്തെക്കുറിച്ച് പറയാം കേട്ടോ. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, വർഷത്തിലെ ഈ വൈശാഖ മഹോത്സവം നടക്കുന്ന സമയത്ത് മാത്രമാണ് അക്കരെ കൊട്ടിയൂരിലെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരിക്കുക, പൂജകളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഇക്കരെ കൊട്ടിയൂരിലെ അങ്ങനെ പൂജകളൊന്നും പതിവില്ല കേട്ടോ. അല്ലാത്ത സമയത്ത് അവിടെ ഒരു സ്ഥിരം ക്ഷേത്രമുണ്ട്, അവിടെ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഈ ഉത്സവം നടക്കുന്ന സമയത്ത് പ്രത്യേകം ക്ഷേത്രം പണിയാണ് ചെയ്യുക. ഈ അക്കരെ കൊട്ടിയൂര് അതേ മുള, പനയോല അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ക്ഷേത്രം പണിയാണ്. ഒരു താൽക്കാലികമായിട്ടുള്ള ക്ഷേത്രം. അല്ലാത്ത സമയത്തൊന്നും അവിടേക്ക് ആർക്കും പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. അവിടെ സ്വയംഭൂവായിട്ടുള്ള മഹാദേവനാണ്. മണിത്തറയിലാണ് മഹാദേവൻ ഇരിക്കുന്നത്. അമ്മാറക്കല്ല് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പാർവതി ദേവി ഇരിക്കുന്നത്. അതിന് മേൽക്കൂരൊന്നും ഇല്ലാട്ടോ, ഒരു ഓലക്കൂടയൊക്കെയാണ് ചൂടിയിട്ട് വെക്കുക. 33 ദേവഗണങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാകുന്നതാണ് പറയുക ഈ വൈശാഖ മഹോത്സവത്തിന്. ഭൂതഗണങ്ങളോട് കൂടിയിട്ടാണ് മഹാദേവൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തെ ദക്ഷിണ കാശി എന്നാണ് പറയുന്നത് കേട്ടോ. പുരാണങ്ങളിലെ ദക്ഷയാഗം ഉണ്ടല്ലോ, ദക്ഷയാഗം നടന്ന സ്ഥലമായിട്ടാണ് പറയണത്. അതായത് ദക്ഷൻ സർവ്വ ഐശ്വര്യത്തിനായിട്ട് യാഗമൊക്കെ നടത്തുകയാണ്. അപ്പം എല്ലാവരെയും 33 ദേവഗണങ്ങളെയും ക്ഷണിച്ചു, മഹാദേവനെ ഒഴികെ. കാരണം സതീദേവി മഹാദേവി വിവാഹം കഴിച്ചതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സതീദേവി ക്ഷണിച്ചിട്ടില്ല, എന്നിട്ട് കൂടി അവിടെ യാഗത്തിൽ പങ്കെടുക്കാനായിട്ട് ചെന്ന സമയത്ത് ദക്ഷൻ സതീദേവിയെ അവഹേളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു അപമാന ഭാരത്താലെ മനം നൊന്തിട്ട് യാഗാഗ്നിയിലെ ജീവത്യാഗം ചെയ്തു സതീദേവി. ആ കഥയൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ കോപാകുലനായിട്ട് വന്ന മഹാദേവൻ തൻ്റെ ജഡ ഇങ്ങനെ നിലത്തടിച്ചു. അതിൽ നിന്ന് വീരഭദ്രനുണ്ടായി ഓടിച്ചെന്നിട്ട് ദക്ഷന്റെ തല അങ്ങോട്ട് അറുത്തു. ആ സംഭവം ഉണ്ടല്ലോ, അത് നടന്ന സ്ഥലമായിട്ടാണ് ഈ കൊട്ടിയൂര് അറിയപ്പെടുന്നത് കേട്ടോ. അതാണ് പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമായിട്ട് പറയണത്. അപ്പോൾ അങ്ങനെയാണ് ആ സ്ഥലത്തിൻ്റെ ഐതിഹ്യത്തെ പറ്റി പറയണത്. എന്നിട്ട് ഈ സംഭവമൊക്കെ നടന്നു കഴിഞ്ഞിട്ട് മഹാദേവൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വന്ന്, ത്രിമൂർത്തികളും എല്ലാവരും വന്നിട്ട് സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം യാഗം മുഴുവനാക്കണമല്ലോ, പൂർത്തീകരിക്കണമല്ലോ. പിന്നെയും ദക്ഷനെ പുനർജീവിപ്പിച്ച് അങ്ങനെ യാഗം പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ യാഗം നടന്ന ഒരു സ്ഥലമായിട്ടാണ് കൊട്ടിയൂര് അറിയപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും കൂടെ പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലം, അതായത് എല്ലാവരും കൂടെ കൂടിച്ചേർന്ന, അത് കൂടി വന്ന ഒരു ഊര്, അങ്ങനെയാണ് കൂടിയൂരിന്ന് അതിങ്ങനെ ലോപിച്ച് കൊട്ടിയൂരിന്ന് ആവുകയാണ് ചെയ്തത്. പിന്നെ അതിനൊക്കെ ശേഷം കുറേ യുഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പരശുരാമൻ കേരളത്തെ വീണ്ടെടുക്കുകയൊക്കെ ചെയ്തുല്ലോ. അപ്പം അദ്ദേഹം സമാധാനപരമായിട്ടിരുന്നിട്ട് തപസ് ചെയ്യാനായിട്ട് വന്നു. അത് ഇവിടേക്കാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് കലി എല്ലാവരെയും ആക്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പരശുരാമനെയും ആക്രമിക്കാനായിട്ട് വന്നു, യുദ്ധം ചെയ്യാനായിട്ട് വന്നു. ഇവർ തമ്മിൽ ഗംഭീര യുദ്ധമൊക്കെ നടക്കുകയാണ്. അപ്പോൾ കലിയെ വധിക്കും എന്നുള്ള ഘട്ടം എത്തിയപ്പോൾ ത്രിമൂർത്തികൾ എല്ലാവരും കൂടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പരശുരാമൻ പറഞ്ഞു താൻ വീണ്ടെടുത്ത ഈ സ്ഥലത്ത് കലിയെ ബാധിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെയാകട്ടെ എന്നും പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെ ഈ പരശുരാമനെ ഇവിടുത്തെ സ്വയംഭൂവായിട്ടുള്ള മഹാദേവൻ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി. അതായത് ഇവിടെ ദേവഗണങ്ങളും സതീദേവിയുടെ ആ സാന്നിധ്യം അദ്ദേഹം മനസ്സിലാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ വൈശാഖ മഹോത്സവം നടത്തണം. ഇതൊരു ഉത്സവമായിട്ട് ഇവിടെ ആദരിക്കേണ്ട അല്ലെങ്കിൽ ആചരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ എല്ലാ ദേവഗണങ്ങളും പ്രത്യക്ഷപ്പെടും എന്നും കൂടെ ത്രിമൂർത്തികൾ എല്ലാവരും കൂടിയിട്ട് അരുളി ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയാനായിട്ട് അവിടുത്തെ മഹാദേവന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ പരശുരാമൻ ക്ഷേത്രം പണിയാനായിട്ട് വിശ്വകർമാവിനോട് നിർദ്ദേശിച്ചു. അപ്പോൾ അദ്ദേഹം ക്ഷേത്രം പണിയാനായിട്ട്, അതായത് അങ്ങനെ ചിന്തകൾ വന്നപ്പോൾ ഇവിടുത്തെ മഹാദേവന്റെ ആ ഒരു പ്രഭാവം ഉണ്ടല്ലോ, ഒരു ചൈതന്യം, അതത്രയും വലുതാണ്. സാധാരണ മഹാദേവ ക്ഷേത്രത്തിലൊക്കെ ചൈതന്യം കൂടുതലായിരിക്കുന്നതാണല്ലോ നമ്മൾ പറയാം. അതുകൊണ്ടാണ് ചെറിയ കുട്ടികളെ, 1 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ആ ചൈതന്യത്തെ മുഴുവനായിട്ട് അവർക്ക് കിട്ടില്ല, അല്ലെങ്കിൽ അവർക്കത് താങ്ങാൻ സാധിക്കില്ല. അത്രയേറെ ചൈതന്യമുള്ളതാണ് മഹാദേവൻ എന്ന് പറയാം. അപ്പോൾ അതേപോലെ അതുകൊണ്ടാണ് കുട്ടികളെ കയറ്റാത്തത്, 1 വയസ്സ് കഴിഞ്ഞിട്ട് മഹാദേവ ക്ഷേത്രങ്ങളിലൊക്കെ കയറ്റുന്നത്.
അപ്പോൾ അത്രയും ചൈതന്യം ഉൾക്കൊള്ളാനായിട്ട് വലിയൊരു ക്ഷേത്രം തന്നെ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് അത്ര പെട്ടെന്ന് അതായത് സാധിക്കുന്ന ഒരു കാര്യമല്ല അത്. അപ്പോൾ അതിനേക്കാളും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രകൃതിയോട് ഇണങ്ങിയിട്ട് ഇവിടെ ഇരിക്കുന്നതാണെന്ന്. അതാണ് പ്രകൃതിയോട് ഇണങ്ങിയിട്ട്, അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം എന്ന് വിശ്വകർമാവ് പറയുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ക്ഷേത്രമൊന്നുമില്ലാതെ സ്വയംഭൂവായിട്ട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ അതാണ് പ്രത്യേകതയായിട്ട്, ആ ഒരു പ്രതിഷ്ഠയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് കേട്ടോ. പിന്നെയും കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഭൂമിക്ക്, നമ്മുടെ പ്രകൃതിക്ക് ധാരാളം മാറ്റങ്ങളൊക്കെ സംഭവിക്കുമല്ലോ. അങ്ങനെ അവിടെ പല തരത്തിലുള്ള പല ആളുകളുണ്ടായി. അങ്ങനെ പലർക്കും അങ്ങനെ താല്പര്യമില്ലാത്തവർ, ഉള്ളവർ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇത് നോക്കി നടത്താനായിട്ട് ആരുമില്ലാതെ വന്നപ്പോൾ അവിടെ ആകെ കാട് പിടിച്ച് കിടന്നു. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഒരു വനവാസിയായിട്ടുള്ള ഒരു യുവാവ്, വേടൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അമ്പും വില്ലൊക്കെ ആയിട്ട് വന്നു. നായാട്ടിനായിട്ട് വന്നതാണ്. ഈ അമ്പുണ്ടല്ലോ, ഇതിൻ്റെ മൂർച്ച കൂട്ടാനായിട്ട് ഒരു കല്ലിൽ അങ്ങോട്ട് ഉരച്ചപടി അതിൽ നിന്ന് രക്തപ്രവാഹം ഉണ്ടായി എന്നാണ് പറയണത്. അപ്പോൾ ഇദ്ദേഹം ആകെ പേടിച്ചു പോയിട്ടോ. ഓടിയിട്ട് ഒരു നമ്പൂതിരി ഇല്ലത്തേക്ക് ചെന്നു. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ പിന്നെയും കുടുംബക്കാരൊക്കെ ആയിട്ട് കൂടി വന്ന് നോക്കിയപ്പോൾ ഈ കല്ലിൽ നിന്ന് ഇങ്ങനെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പം അദ്ദേഹത്തിനാണെങ്കിലോ, അദ്ദേഹം ഇങ്ങനെ താന്ത്രിക വിദ്യകളൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളായിരുന്നു. കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ സ്വയംഭൂവായിട്ടുള്ള മഹാദേവനുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ആ മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് ഇദ്ദേഹം അഭിഷേകമൊക്കെ ചെയ്തു. എന്നിട്ടൊന്നും ഈ രക്തപ്രവാഹം നിലയ്ക്കുന്നില്ല കേട്ടോ. അപ്പോഴാണ് അതുവഴി വേറൊരാൾ കുറച്ച് ഇളനീരൊക്കെ ആയിട്ട് വന്നത്. നമ്മുടെ ഗുരുവായൂരപ്പന് കിട്ട ഇളനീരൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടല്ലോ ഉത്സവകാലത്ത് അഭിഷേകം ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഒരാൾ ഇളനീരുമായിട്ട് വന്നു. ആ ഇളനീര് കൊണ്ട് അഭിഷേകം ചെയ്തപ്പോഴാണെന്ന് രക്തപ്രവാഹമൊക്കെ നിർന്നത്. എന്നിട്ട് മുറിവ് ഉണങ്ങാനായിട്ട് കളഭാഭിഷേകവും കൂടെ ചെയ്തു. അങ്ങനെയാണ് ഐതിഹ്യം പറയണത് കേട്ടോ. അപ്പോൾ അത് ആ ഇളനീര് കൊണ്ടുവന്നവരെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും, ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എങ്ങനെയാണോ പല കാര്യങ്ങൾക്കും പല അവകാശികളുണ്ടല്ലോ, അതേപോലെ തന്നെയാണ് കൊട്ടിയൂരും. അവിടെ ഓരോ ചടങ്ങുകളും ചെയ്യാനായിട്ട് പല സമുദായത്തിലെ പല വിഭാഗത്തിൽ പെടുന്നവർക്കാണ് അവകാശം. അത് അവരുടെ അവകാശമാണ്. അങ്ങനെ ചെയ്യാനായിട്ട് പ്രത്യേകം ആളുകളുണ്ട് അവിടെ. ഇളനീര് കൊണ്ടുവരാനായിട്ടുള്ളവർ, അങ്ങനെ ഓരോ ചടങ്ങിനും ഓരോരോ അവകാശികളാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ അത്രയേറെ പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ കൊട്ടിയൂർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഉത്സവമാണ് നടക്കുന്നത്. അപ്പോൾ ആ ഉത്സവത്തിന്റെ പ്രധാന തീയതികൾ അവിടെ നടക്കുന്ന ഓരോരോ തീയതികളിലും നടക്കുന്ന വിശേഷങ്ങൾ, ചടങ്ങുകൾ, അതും കൂടെ എന്തൊക്കെയാണെന്ന് പറയാം. 2026 മെയ് 28 വ്യാഴാഴ്ചയാണ് നെയ്യാട്ടം. മെയ് 29 ഭണ്ഡാരം എഴുന്നള്ളത്ത്, ജൂൺ 5 തിരുവോണം ആരാധന, ജൂൺ 7 ഇളനീർവെപ്പ്, ജൂൺ 8 ഇളനീരാട്ടം അഷ്ടമി ആരാധന, ജൂൺ 10 രേവതി ആരാധന, ജൂൺ 14 രോഹിണി ആരാധന, ജൂൺ 16 തിരുവാതിര ചതുശ്ശതം, ജൂൺ 17 പുണർദം ചതുശ്ശതം, ജൂൺ 19 ആയില്യം ചതുശ്ശതം, ജൂൺ 20 മകം കലംവരവ്, ജൂൺ 23 അത്തം ചതുശ്ശതം, വാളാട്ടം കലശപൂജ, ജൂൺ 24 തൃക്കലശാട്ടം. ഇത്രയാണ് ചടങ്ങുകൾ. 28 ആരംഭിച്ചിട്ട് മെയ് 28 ആരംഭിച്ചിട്ട് ജൂൺ 24 സമാപിക്കുന്നത് കേട്ടോ. അതിൽ ഇന്ന് 23 നീരെഴുന്നള്ളത്താണ് കേട്ടോ. അതായത് ബാവലി പുഴയുടെ ആ തീർത്ഥം ഉണ്ടല്ലോ, അത് കൂവയുടെ ഇലയിലാണ് കൊണ്ടുവരാന്ന്. പണ്ട് കാലത്ത് അങ്ങനെയാണ് ചെയ്തിരുന്നത്, ഇപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ആ പണ്ടത്തെ സമ്പ്രദായങ്ങളുണ്ടല്ലോ, അതെല്ലാം അതേപടി തുടർന്നുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് കേട്ടോ. ഇപ്പൊ ശീവേലിക്ക് അവിടെ വിളക്കിലെ ഒഴിക്കാനുള്ളതുണ്ടല്ലോ, ആ എണ്ണ അത് മുളങ്കുറ്റിയിലാണ് കൊണ്ടുവരിക. അതേപോലെ തന്നെ നിവേദ്യത്തിന് തയ്യാറാക്കുന്ന അരിയൊക്കെ ഉണ്ടല്ലോ, അത് പഴയ ഉരലിലൊക്കെയാണ് ഇട്ടിട്ട് ഇടിക്കുന്നത്. ചന്ദനമൊക്കെ ചാണയിൽ തന്നെ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ ആ പണ്ടത്തെ സമ്പ്രദായങ്ങൾ തന്നെയാണ് കേട്ടോ ഇപ്പോഴും പിന്തുടർന്നത്. പിന്നെ ഈ മഴയൊക്കെ ഉള്ള ഒരു സമയത്താണ് ഇവിടെ ഉത്സവമൊക്കെ നടക്കുന്നത്. അത് അല്ലെങ്കിലും ഉത്സവം നടക്കുന്ന സമയത്ത് മഴ ഉണ്ടായിരിക്കും. അങ്ങനെയാണ്, മഴയുള്ള സമയത്ത് ഉത്സവം എന്നല്ല, ഉത്സവം നടക്കും തീർച്ചയായിട്ടും മഴയുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രദക്ഷിണം ചെയ്യുന്ന പ്രദക്ഷിണ വഴിയിൽ കൂടെ ജലം ഒഴുകിയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം കൂടെ ഉണ്ട് കേട്ടോ. അതാണ് പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഓരോ ചടങ്ങുകൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഭണ്ഡാരം എഴുന്നള്ളത്ത് എന്ന് പറഞ്ഞല്ലോ, അതായത്
അക്കരെ കൊട്ടിയൂരിൽ നിന്ന് ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് വരികയാണ്. അതായത് അവിടെ പൂജകളൊന്നുമില്ല, അപ്പോൾ ഇവിടേക്ക് പൂജകളെല്ലാം വേണം. അപ്പോൾ അവിടേക്കുള്ള വാളുകൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരിക. അത് നടക്കുന്നത് മെയ് 29-ാം തീയതിയാണ്. അപ്പോൾ ഈ ഭണ്ഡാരം എഴുന്നള്ളത്തിന് മുൻപായിട്ട് സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. അക്കരെ കൊട്ടിയൂരിലേക്ക് ഇത് എത്തിയതിന് ശേഷം, അത് മെയ് 30-ാം തീയതി അർദ്ധരാത്രിയാണ്. അപ്പോൾ ആ സമയം മുതലാണ് സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുക. മെയ് 30 മുതൽ ജൂൺ 20 വരെയുള്ള ദിവസങ്ങൾ. 20 മകം കാലം വരവ് കേട്ടോ. ആ മകത്തിന്റെ അന്ന് ഉച്ചശീവേലി കഴിഞ്ഞാൽ പിന്നെ പ്രവേശനം ഉണ്ടായിരിക്കില്ല. അതായത് ഭണ്ഡാരം എഴുന്നള്ളത്തിന് മുൻപായിട്ടും മകം ഉച്ചശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. ഇതിനിടയിലുള്ള ദിവസമാണ് പ്രവേശനം. അതായത് മെയ് 30 മുതൽ ജൂൺ 20 വരെയുള്ള ദിവസങ്ങൾ. അപ്പോൾ സ്ത്രീകളാണ് പോകാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ദിവസം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെ ഇളനീർ വെപ്പ്, ഇളനീർ ആരാധന അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ഇളനീർ കൊണ്ട് അഭിഷേകമാണ്, ധാരാളം ഇളനീർ കൊണ്ടാണ് അഭിഷേകം ചെയ്യുക. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉത്സവം തുടങ്ങിയിട്ട് ആദ്യത്തെ 11 ദിവസം മഹാദേവൻ കുറച്ച് കോപാകുലനൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരിക്കുക. സതീദേവി നഷ്ടപ്പെട്ട ആ ഒരു ദുഃഖം ഉണ്ടല്ലോ, ആ ദുഃഖത്തിലെ കോപവും ഒക്കെ എങ്ങനെയായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ മഹാദേവനെ ഒന്ന് തണുപ്പിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇളനീര് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. അപ്പം അത്രയധികം ഇളനീര് കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു രേവതി ആരാധന എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആലിംഗന പുഷ്പാഞ്ജലി എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുഷ്പാഞ്ജലി ചെയ്യുന്നത് ആരാണോ അദ്ദേഹം പുഷ്പാഞ്ജലി ചെയ്തതിന് ശേഷം ആ വിഗ്രഹത്തെ ആലിംഗനം ചെയ്യുക. അതിൻ്റെ സങ്കല്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സങ്കടപ്പെട്ടിട്ടാണല്ലോ മഹാദേവൻ ഇരിക്കുന്നത് സതീദേവിയുടെ വിയോഗത്തിലെ. അപ്പോൾ ആ സങ്കടപ്പെട്ടിരിക്കുന്ന മഹാദേവനെ ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ മഹാവിഷ്ണു. നമ്മുടെ ഗുരുവായൂരപ്പൻ മഹാദേവനെ ആശ്വസിപ്പിക്കുകയാണ്. അതാണ് ആ ഒരു ചടങ്ങിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത്. അപ്പം എല്ലാം കൊണ്ടും പല തരത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് കൗതുകമൊക്കെ തോന്നുന്ന, നമുക്ക് ഒരു സന്തോഷമൊക്കെ തോന്നുന്ന അത്രയേറെ പ്രത്യേകതകളുള്ള ചടങ്ങുകളാണ് ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഉള്ളത് കേട്ടോ. ഇവിടുത്തെ ക്ഷേത്രം താൽക്കാലികമായിട്ട് ആ ഒരു ഉത്സവത്തെ സമയത്ത് മാത്രമാണ് നിർമ്മിക്കുക എന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ അത് അതേപോലെ തന്നെ ഇടും, ആരും പ്രവേശനമൊന്നും ഇല്ലാതെ അതങ്ങനെ ഇല്ലാതായി പോവുകയാണ് ചെയ്യുക. പിന്നെ അടുത്ത വർഷമാകുമ്പോൾ പിന്നെയും ഇതേപോലെ തന്നെ ഓലയും അത് മുളയും ഒക്കെ വെച്ചിട്ട് കെട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ തിരുവോണം ആരാധനയ്ക്ക് മുൻപായിട്ട് ശ്രീകോവിലെ പണി കഴിഞ്ഞിരിക്കണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ മണിത്തറയിലെ കല്ലുകളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ ബാവലിപ്പുഴയിൽ നിന്ന് ലഭിക്കുന്ന ഉരുളം കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് മണിത്തറയൊക്കെ കെട്ടിയിരിക്കുന്നത്. ആ മരക്കല്ലിന് മേൽക്കൂരയില്ല എന്ന് പറഞ്ഞല്ലോ. അവിടെ സതീദേവിയാണ്, അതായത് ആദിപരാശക്തിയാണ് അവിടെ കുടികൊള്ളുന്നത്. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലേ ദാമ്പത്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കാരണം മഹാദേവനും പാർവതി ദേവിയാണല്ലോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ് പറയുക. അപ്പോൾ വിവാഹം നടക്കാനായിട്ട്, അതേപോലെ തന്നെ ദാമ്പത്യത്തിൽ കലഹങ്ങളുള്ള പ്രശ്നങ്ങളുള്ളവർ ദാമ്പത്യ സൗഖ്യത്തിനൊക്കെ ആയിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. അതല്ലാതെയും ധാരാളം ആഗ്രഹങ്ങൾ, കാര്യങ്ങൾ നടക്കാനായിട്ട് അല്ലെങ്കിൽ മഹാദേവനെ പ്രീതിപ്പെടുത്താനൊക്കെ ആയിട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന നിരവധി പേരുണ്ട്. ഇവിടെ ഈ ഭണ്ഡാരം വരവ് പറഞ്ഞല്ലോ, ഭണ്ഡാരം വരവ് മുതൽ ഉത്രാടം വരെയുള്ള ദിവസങ്ങൾ ദേവന്മാരുടെ ഉത്സവമായിട്ടാണ് കണക്കാക്കുക. പിന്നെ തിരുവോണം മുതൽ ആയില്യം വരെയുള്ള ദിവസങ്ങളിൽ മനുഷ്യരുടെ ഉത്സവമായിട്ടാണ് കണക്കാക്കുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭൂതഗണങ്ങളുടെ ഉത്സവമായിട്ടാണ് കണക്കാക്കുക. അപ്പം അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഉത്സവമൊക്കെ കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് ഈ ഓടപ്പൂവ് ഉണ്ടല്ലോ, ഓടപ്പൂവുമായിട്ടാണ് ഭക്തരെ മടങ്ങുക. ഇതിനും ഒരു പ്രത്യേകത പറയുന്നുണ്ട് കേട്ടോ. അതായത് ദക്ഷയാഗം നടക്കുന്ന സമയത്ത് ദക്ഷന്റെ ശിരസ് ഛേദിച്ചുല്ലോ വീരഭദ്രൻ. അപ്പോൾ ആദ്യം താടി വലിച്ചു കുറച്ച് കളഞ്ഞതിന് ശേഷമാണ് ശിരസ് ഛേദിച്ചെന്ന് പറയും. അപ്പോൾ ദക്ഷന്റെ താടിയായിട്ടാണ് ഈ ഓടപ്പൂവിനെ സങ്കല്പിക്കുന്നത്. ഇനി അതല്ലാതെ വേറൊരു സങ്കല്പം കൂടിയുണ്ട്. ആ ജട ഇങ്ങനെ നിലത്തടിച്ചുല്ലോ, അപ്പോൾ ഈ ജടയാണ് ഈ ഓടപ്പൂവ് എന്നുള്ള ഒരു സങ്കല്പം കൂടിയുണ്ട്. എന്താണെങ്കിലും ധാരാളമായിട്ട് ഓടപ്പൂവ് നമുക്ക് അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ, അവിടെ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് വീടുകളിൽ തൂക്കിയിടുകയാണെങ്കിൽ ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയാറുള്ളത് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത, ഈ ഉത്സവത്തിൻ്റെ സമയത്ത് അവിടെ മത്തവിലാസം കൂത്തും കൂടെ നടക്കാറുണ്ട് കേട്ടോ. ഇവിടെ ശിവരാത്രിക്ക് മമ്മയൂർ മഹാദേവ ക്ഷേത്രത്തിൽ മത്തവിലാസം കൂത്തൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, സാധിക്കുന്ന എല്ലാവരും അവിടെ പോയിട്ട് തൊഴുക. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, മഹാദേവനെ ഉപാസിക്കുന്നവരുണ്ടായിരിക്കും, മഹാദേവനെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അത് കണ്ണൂരാണ്. പക്ഷേ ഈ തിരുവനന്തപുരത്ത് കിടക്കുന്നവരാണെങ്കിലും ദൂരം കൂടുതലാണോ എന്നുള്ള ചിന്തയൊന്നും ആർക്കും വേണ്ട കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ
അത് അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ് കേട്ടോ. മഹാദേവൻ്റെ ആ ഒരു ചൈതന്യം, അവിടെയുള്ള ആ ഒരു പ്രഭാവം, ഇതൊക്കെ നമുക്കും ലഭിക്കുകയാണ് ചെയ്യുക. നല്ല തിരക്കൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, അവിടെ നിന്നൊക്കെ ഭക്തരുണ്ടായിരിക്കും. അപ്പോൾ തിരക്കുള്ള ഒരു സമയം തന്നെയായിരിക്കും. എന്നാലും ഇത്രയും തിരക്കായിട്ടും എന്തുകൊണ്ടാണ് എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നത്? അത്രയേറെ പ്രത്യേകതകൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അവിടേക്ക് ഒന്ന് പോയി കാണുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അനുഭവിച്ച് അറിയുക. അത്രയും ശക്തിയുള്ള, അത്രയും ചൈതന്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് കൊട്ടിയൂര് മഹാദേവൻ്റെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. എല്ലാവർക്കും പോകാനൊക്കെ ആയിട്ട് സാധിക്കട്ടെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങൾ, അലങ്കാരങ്ങൾ ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.